തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. കരുണയുടെ നൊവേന 6-ാം ദിവസം. എളിമയും ശാന്തതയും ഉള്ളവരെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കളെ ഇന്നെൻ്റെ സമീപത്ത് കൊണ്ടുവരിക. അവരെ എൻ്റെ കരുണാക്കടലിൽ മുക്കിയെടുക്കുക. എൻ്റെ ഹൃദയവുമായി ഏറ്റവും അടുത്ത സാരൂപ്യമുള്ളവരാണവർ. അവരാണ് എൻ്റെ കഠിനവേദനയിൽ എന്നെ ശക്തിപ്പെടുത്തിയത്. എൻ്റെ അൾത്താരയിൽ ശ്രദ്ധാപൂർവം ശുശ്രൂഷിക്കുന്ന ഭൂമിയിലെ മാലാഖമാരായി അവരെ ഞാൻ കണ്ടു. പ്രസാദവരങ്ങളുടെയും സർവ്വസമ്പത്തും അവരുടെ മേൽ ഞാൻ വർഷിക്കുന്നു. എളിമയുള്ള ഹൃദയത്തിൽ മാത്രമേ എൻ്റെ കൃപ സ്വീകരിക്കുവാൻ സാധിക്കുന്നു എന്നുള്ള ഉറപ്പ് നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നു. നിയോഗം: എളിമയും ശാന്തതയും ഉള്ളവരെയും കൊച്ചുകുട്ടികളുടെ ആത്മാക്കൾക്കായും അവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രസാദവരവും സർവ്വസമ്പത്തും വർഷിക്കപ്പെടുന്നതിനായും പ്രാർത്ഥിക്കുക. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകുവാൻ എന്നിൽ നിന്ന് പഠിക്കുക എന്നങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. വിനീത ഹൃദയരുടെയും ശിശുക്കളുടെയും ആത്മാക്കളെ അങ്ങയുടെ കരുണാനിർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ. സ്വർഗസ്നായ പിതാവിന്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ഈ ആത്മാക്കളാണ്. ദൈവസിംഹാസനത്തിന് മുൻപിൽ പരിമളം പരത്തുന്ന പൂച്ചെണ്ടുകളാണിവർ. അവരുടെ വിശുദ്ധിയുടെ പരിമളത്താൽ ദൈവം തന്നെ സന്തോഷിക്കുന്നു. ഈശോയുടെ കനിവ് നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്കൊരു നിത്യഗേഹമാണല്ലോ. സ്നേഹത്തിന്റെയും കരുണയുടെയും മധുരഗാനം അവരെപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവെ, കനിവ് നിറഞ്ഞ ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെ ശാന്തതയും എളിമയുമുള്ള ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിപ്പിക്കണമേ. അങ്ങയുടെ പുത്രന്റെ ഏറ്റവും അടുത്ത പ്രതിച്ഛായകളാണവർ. ഭൂമിയിൽ നിന്ന് ഉയരുന്ന അവരുടെ സുഗന്ധം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു. കരുണയുടെ പിതാവേ, സർവ്വനന്മകളുടെയും ഉറവിടമേ, ഈ ആത്മാക്കളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതിയും അങ്ങേക്ക് ഇവരിലുള്ള പ്രസാദവരത്തെ പ്രതിയും ഞാൻ യാചിക്കുന്നു. ലോകം മുഴുവനും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങനെ എല്ലാ ആത്മാക്കളും ഒന്നിച്ച് അങ്ങയുടെ കരുണയുടെ സ്തുതികൾ പാടി പുകഴ്ത്തുവാൻ ഇടവരട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ.